നീ എന്താ മോളെ ഇത് നേരത്തെ പറയാതിരുന്നത്? ഇപ്പൊ സൂക്ഷിക്കേണ്ട സമയമാണ്. അധികം ഭാരമുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ മോൾ എന്നെ ഇങ്ങനെ ദേവനെ നോക്കും. ചക്കയ്ക്ക് വിശേഷമുണ്ടെന്ന് ദേവൻ വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഗായത്രിയുടെ ടെൻഷൻ. എൻ്റെ അമ്മേ, എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അമ്മ വെറുതെ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. എനിക്കൊരു കുഴപ്പവുമില്ല. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എനിക്ക് ഇവിടെ ഇരിപ്പുറക്കണ്ടേ. ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരമെങ്കിലും മോൾക്കിത് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ ഞാൻ അവിടെ നിന്നേനെ. അത് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. അമ്മ ഇവിടെ നിന്നാൽ അവിടെ അച്ഛനും ദൈവമോളും തനിച്ചാകും. അമ്മയില്ലാതെ അച്ഛൻ അവിടെ തനിച്ചു നിൽക്കുന്നത് എനിക്കറിയില്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. എന്നാലും ഇപ്പം മോൾക്ക് ഒരാളുടെ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ദേവൻ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിന്നെ അവൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതെനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ഞാനിവിടെ പണിയൊന്നും എടുക്കുന്നില്ലമ്മേ. അതറിഞ്ഞപ്പോൾ തന്നെ ദേവേട്ടൻ അനിയേട്ടൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ അനിയേട്ടൻ കൂടും കിടക്കും എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഒപ്പം അനിയേട്ടൻ്റെ അമ്മയും ഉണ്ട്. എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കുന്നില്ല. എന്തിന്, അടുക്കളയിലേക്ക് അടുപ്പിക്കുന്നത് കൂടിയില്ല. ആഹാ, അപ്പോൾ സുഭദ്ര അവിടെയുണ്ടോ? എന്നാൽ പിന്നെ എനിക്ക് പേടിക്കാതെ സമാധാനത്തോടെ ഇരിക്കാം. നിന്നെ അവൾ പൊന്നുപോലെ നോക്കിക്കോളും. അത് ശരിയാ. എന്നെ ഇവിടെ കൂട്ടിലടച്ചതുപോലെയാണ്. അനങ്ങാൻ പാടില്ല, എണീക്കാൻ പാടില്ല. ഓ, എന്താണിത്? പട്ടാള ക്യാമ്പാണെന്ന് തോന്നിപ്പോകും. ഡേ, നീ ഇത് എന്നോട് പറയുന്നത് കൊള്ളാം. സുഭദ്ര കേൾക്കണ്ട. പിന്നെ കേട്ടാൽ എന്താ? ദേ, ആളിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ആഹാ, അപ്പോൾ രണ്ടും കൂടി ഇത്ര പെട്ടെന്ന് കൂട്ടായോ? കൊള്ളാലോ നീ. അമ്മ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു? ഞാനാൾ പുലിയല്ലേ? കടുവയെ പോലെ ഇരുന്ന അമ്മയുടെ മോനെ കുപ്പിയിലാക്കിയ ആളാ ഞാൻ. നീ അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ല്. അപ്പോൾ അറിയാം കടുവയാണോ പുലിയാണോ എന്നൊക്കെ. അമ്മേ, ദേ പെണ്ണെ, പതിയെ പറ. എൻ്റെ കാത്. നീ ഇതുപോലെ ഒന്നും സുഭദ്രയോട് പറയില്ലേ കേട്ടോ. അവൾ നിന്നെ പേടിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് പോയെന്ന് വരും. ഗായത്രി അവളെ കളിയാക്കി പറഞ്ഞത് കേട്ട് അവൾ ചുണ്ടുപിളർത്തി. നീ അവൾക്ക് ഫോൺ കൊടുത്തേ. കുറേയായി ഞാൻ സംസാരിച്ചിട്ട്. ഗായത്രി പറഞ്ഞത് കേട്ട് ചക്കി ഇപ്പോൾ ഫോൺ സുഭദ്രയ്ക്ക് കൊടുത്തു. പിന്നെ അവർ സംസാരിക്കട്ടെ എന്നും കരുതി മുറിയിലേക്ക് പോയി. ഇന്ന് ദേവിൻ്റെ കയ്യിലെയും കാലിലെയും പ്ലാസ്റ്റർ എടുക്കുന്ന ദിവസമാണ്. രാവിലെ തന്നെ അവിനാശ് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ചക്കി കൂടെ ചെല്ലുമെന്ന് പറഞ്ഞെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല. അവളോട് യാത്ര ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവളോട് വരണ്ടെന്ന് പറഞ്ഞു. ഉച്ചയോടെ പ്ലാസ്റ്ററൊക്കെ കെട്ടി അവൻ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. പ്ലാസ്റ്റർ എടുത്തെങ്കിലും അവൻ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചെറിയ വേദനയും. ദേവേട്ട, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ? കാലിന് വേദനയുണ്ടോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടെ അവനെ പിടിച്ചിരുത്തി അവൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ചക്കി, നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ? നീ കുറച്ച് വെള്ളം കുടിക്ക്. അവൾ ചോദിച്ചുകൊണ്ട് കിതക്കുന്നത് കണ്ടപ്പോൾ അവൻ അവൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. എൻ്റെ അനിയത്തിക്കുട്ടി, എന്തുവാ ഇത്? അല്ല, നീ ഇങ്ങനെ ടെൻഷനാവാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അവളുടെ അരികിലായി ഇരുന്നു കൊണ്ട് അവിനാശ് പറഞ്ഞു. എൻ്റെ മോനെ, നിങ്ങൾ പോയപ്പോൾ തുടങ്ങിയതാണ് ഇവളുടെ ടെൻഷൻ. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. നിങ്ങൾ വരാൻ വൈകുന്തോറും അവൾക്ക് പേടിയായി. സുഭദ്ര പറഞ്ഞത് കേട്ട് അവിനാശും ദേവനും അവളെ നോക്കി കണ്ണുരുട്ടി. എന്താ ചക്കി, ഇതിപ്പോൾ ടെൻഷനൊന്നും പാടില്ല എന്ന് നിനക്കറിയില്ലേ? പിന്നെ വെറുതെ എന്തിനാ ഓരോന്ന് ആലോചിച്ച് BP കൂട്ടുന്നത്? ദേവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതെനിക്ക് പേടിയായിട്ടാ. അന്ന് ഇതുപോലെ കുറെ വിളിച്ചിട്ടും ദേവേട്ടനെ കിട്ടാതെയായപ്പോൾ ഞാൻ പേടിച്ചു. പിന്നെ ഞാൻ ദേവേട്ടനെ കണ്ടത് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ദേവേട്ടൻ പോയിട്ട് വരാൻ വൈകിയപ്പോൾ എനിക്കാകെ പേടി തോന്നി. അതാ ഞാൻ. അവൾ അവനെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, നീ കരയുവാ? അയ്യേ, കഷ്ടം കഷ്ടം. വലിയ വീരശൂര പരാക്രമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രക്കുള്ളോ നിങ്ങളുടെ പുലിക്കുട്ടി? അവിനാശ് അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ഡാ മതി, ഇനി എൻ്റെ ചക്കയെ കളിയാക്കാൻ നിൽക്കണ്ട. പാവം, അവൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അത് ഞാനങ്ങ് സഹിച്ചു. ദേവൻ അവളെ ചേർത്ത് പിടിച്ച് അവിനാശ് നോക്കി പറഞ്ഞു. ഓഹോ, ഇപ്പോൾ കെട്ടിയോളും ഒറ്റ കെട്ട്. ഞാൻ പുറത്തു. കൊള്ളാലോ. അവൻ അതും പറഞ്ഞ് തിരിഞ്ഞിരുന്നു. ചക്കി, നിന്റെ പുന്നാര ചേട്ടൻ പിണങ്ങി. ദേവേട്ട, വേണ്ട, വെറുതെ അനിയേട്ടനെ കളിയാക്കാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം. അവൾ അതും പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അത് കണ്ട് സുഭദ്രയുടെ കണ്ണ് നിറഞ്ഞു. അയ്യേ, എൻ്റെ സുഭദ്രാമ്മ കരയുവാ. സുഭദ്ര കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ചക്കി എണീറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? എന്തിനാ എൻ്റെ അമ്മക്കുട്ടി കരഞ്ഞത്? എനിക്ക് അവരെ മാത്രം മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണോ? എങ്കിലേ എനിക്കെൻ്റെ സുഭദ്രാമ്മയെയും വേണം. ഒന്നിനു പകരം എനിക്കിപ്പോൾ 4 അമ്മമാരുണ്ട്. എൻ്റെ സ്വന്തം അമ്മ രാധികാമ്മ, പിന്നെ ദേവേട്ടൻ്റെ അമ്മ, ഇപ്പോൾ സുഭദ്രമ്മയും. ആർക്ക് കിട്ടും ഇത്രയും അമ്മമാരെ? ചക്കി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ മോളെ. ഒരു പെൺകുഞ്ഞിനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ദൈവം അത് കേട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു മകളെ കിട്ടി, എൻ്റെ സ്വന്തം മകൾ. മോളുടെയും അനിയുടെയും സ്നേഹം കാണുമ്പോൾ തോന്നും നിങ്ങളൊരമ്മയുടെ മക്കളാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. എനിക്കിപ്പോൾ 2 മക്കളുണ്ട്. അതും പറഞ്ഞ് സുഭദ്ര ചക്കിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ആഹാ, അപ്പോൾ സുഭദ്രാമ്മ എന്നെ മറന്നോ? ദേവൻ അവരെ നോക്കി ചോദിച്ചു. നിനക്ക് തീരെ കുശുമ്പില്ലല്ലോ ദേവ, അവിനാശ് ദേവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു?
ഞാൻ മോനെ മറന്നെന്ന് നീയും എനിക്ക് മകൻ തന്നെയാണ്. എന്നും നിങ്ങളുടെ ഈ സന്തോഷം അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന. അതിനൊരു സംശയം വേണ്ട. ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കാലത്തിന് ഒരു കുറവുണ്ടാകില്ല അല്ലേ? ചക്കി ദേവനെയും അവിനാശിനെയും നോക്കി ചോദിച്ചു. അവർ അതേന്ന് തലയാട്ടി. പക്ഷെ അവരുടെ സന്തോഷമില്ലാതാവുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞില്ല. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്